നടത്താത്തതുകൊണ്ട് ഇവിടെ അല്പം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്ലേഷന് വേണ്ടി ആളെ വിളിച്ചത്. हालांकि मैं हिंदी कलीसियाओं को लीड करता था कई साल, मगर 6 साल से मैं मलयालम में ही प्रचार करता था. इसके लिए सोचा कि आज थोड़ा दिक्कत ना हो, इसके लिए मैं मलयालम में करूंगा और हिंदी में तर्जुमा किया जाएगा उसका. നിങ്ങളുടെ സഭാപാസ്റ്റർ ഇതറിഞ്ഞാൽ രഹസ്യമായി എന്നെ ഒന്ന് സ്നേഹത്തോടെ വഴക്ക് പറയാൻ സാധ്യതയുണ്ടെന്നും എനിക്കറിയാം. अगर आपके पासवान ये जान गए कि मैं मलयालम में प्रचार किया और मुझे प्यार से थोड़ा ताड़ना दिया जाएगा उसके लिए. പ്രൈസ് ദി ലോർഡ്. സാരമില്ല, എങ്കിലും കർത്താവ് നമ്മെ ഇതുവരെയും അനുഗ്രഹത്തോടെ കൂട്ടി വരുത്തിയല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मगर परमेश्वर ने हमको आशीष के साथ अब तक चलाया है, इसके लिए हम उसको धन्यवाद. നമ്മുടെ സഹോദരങ്ങളിൽ പലർക്കും ഇന്ന് സഭായോഗത്തിന് വരുവാൻ സാധിച്ചിട്ടില്ല. कुछ कई भाइयों को हमारे बीच में अभी तक आने का मौका नहीं मिला है. ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റ് പ്രതിസന്ധികളും നിമിത്തമാണത്. शरीर की कमजोरी या बीमारी से हो सकता है वो. പ്രിയമുള്ളവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അവരെ കരുതുകയും സഹായിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. मगर जो कोई नहीं आ सके हैं, परमेश्वर उनके संग रहे और उनको जल्द से जल्द बीमारी से छुटकारा प्रदान करे. നിങ്ങളോടൊപ്പം ഇപ്രകാരമുള്ള കൂട്ടായ്മയിലായിരിക്കാൻ ഇതിനു മുൻപും ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോഴാണ് സാധിച്ചത്. आपके साथ संगति करने का मुझे चाहत तो था, मगर परमेश्वर का वक्त अब आया है. നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ഒ വർഗീസുമായി 96 മുതലുള്ള ഒരു ആത്മീയ ബന്ധം ഉണ്ട്. 1996 से मैं पास्टर वी.ओ. वर्गीस के साथ संगति में हूँ. ആഗ്രയിൽ ഒരു വീട്ടിൽ ദീർഘസമയങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പാർക്കുവാനുള്ള, അടുത്തടുത്ത മിഷൻ സ്റ്റേഷനുകളിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാനുള്ള സാവകാശം അന്ന് ലഭ്യമായി. അന്ന് തുടങ്ങി ഇന്ന് വരെയും ആ ആത്മീയ ബന്ധത്തെ നിലനിർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आगरा में रहकर उनके संग ही रह करके मैं प्रभु की सेवकाई किया और कई सेवकाई के वक्त में भी उनके आसपास में ही रहा करता था मैं. ഈ ദേശത്ത് വാശിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തുടങ്ങി ഇവിടെ വരണമെന്നും ഈ കൂട്ടായ്മയിൽ ഒരു ദിവസമെങ്കിലും പങ്കെടുക്കണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴാണ് അതിന് സാവകാശമുണ്ടായത്. पासवान ने मैं कई बार निमंत्रण दिया कि आकर यहाँ पर सेवकाई कीजिए, मगर परमेश्वर का वक्त आज ही हुआ है. ഞാനിവിടെ അടുത്ത് താക്കുർലിയിലാണ് ഇപ്പോൾ സഭാ ശുശ്രൂഷയിലായിരിക്കുന്നത്. ठाकुरली में मैं अब प्रभु की सेवकाई करता हूँ. ഈ മെയ് മാസം 5-ാം തീയതി അവിടുത്തെ സഭാ ശുശ്രൂഷകനായി ചാർജ് എടുത്തു. मैं 5 तारीख को वहाँ की कलीसिया का पासवान स्वीकार किया. मैं ഭാര്യയും 2 ആൺകുട്ടികളും ഞങ്ങൾക്ക് വീട്ടിലുണ്ട്. पत्नी और 2 बेटे में मुझे प्रभु ने दिया है. മൂത്തയാൾ പൂനെയിൽ പഠനത്തോടൊപ്പം ജോലിയിലായിരിക്കുന്നു. नौकरी करने के साथ साथ ही पढ़ाई भी कर रहा है वो. ഇളയാൾ പഠനത്തോടുള്ള ബന്ധത്തിൽ പൂനെയിലായിരിക്കുന്നു. और छोटा बेटा पढ़ाई करने के लिए पुणे में है. ഞങ്ങളെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ട് എന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. मैं सोचता हूँ कि आप लोगों की प्रार्थना हमारे परिवार के संग है, इसके लिए मैं आपको धन्यवाद देता हूँ. ഇന്ന് പകലിലെ ഈ സഭായോഗം നമുക്ക് അനുഗ്രഹമാകണം. ये सुबह की कलीसिया हमारे जीवन में आशीष के कारण നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഇതുവരെയും അറിയാത്ത നിലയിൽ കർത്താവിനെ അറിയുവാനും ഇതുവരെയും പ്രാപിക്കാത്ത നിലയിൽ ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാനുമുള്ള ആഗ്രഹം. अब तक परमेश्वर को जैसे जाना नहीं, वैसा जानकारी हासिल करने के लिए, और प्रभु से अभी तक हासिल नहीं किया उस प्रकार की आशीष को हासिल करने के लिए हम यहाँ पर एकत्रित हुए हैं. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് സാധിപ്പിച്ചു നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്. हमारे हृदय के आग्रहों को, इच्छाओं को पूर्ति करने के लिए हमारा परमेश्वर हमारे संग है. ദൈവത്തെ അറിയുവാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് കർത്താവ് ഒരിക്കലും തടസ്സം നിൽക്കത്തില്ല. परमेश्वर को चाहता है कि परमेश्वर के पहचाने, करीब से पहचाने, तो परमेश्वर उसे कभी धिक्कारता नहीं है. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ആ നല്ല ചിന്തകളെ, നല്ല ആഗ്രഹങ്ങളെ, നല്ല പ്രാർത്ഥനകളെ സ്വർഗം ആദരിക്കട്ടെ, സ്വർഗം മാനിക്കട്ടെ. परमेश्वर के करीब से जानने के लिए कोई भी चाहत रखता हो, उसकी इच्छाओं को, उसकी प्रार्थनाओं को परमेश्वर पूरा करता है. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഇന്നത്തെ സഭായോഗത്തെ കുറിച്ചുള്ളത്? आज के मीटिंग के संबंध में आपके दिल में क्या क्या इच्छाएं भरी हुई हैं? ഞായറാഴ്ച ആയതുകൊണ്ട് നാം സഭായോഗത്തിൽ വന്നു എന്നതിനേക്കാൾ അപ്പുറമായി മറ്റെന്തെങ്കിലും ആഗ്രഹം, പ്രാർത്ഥനകൾ, ദൈവമുൻപാകെയുള്ള താല്പര്യങ്ങൾ നമ്മിൽ ശേഷിക്കുന്നുണ്ടോ? क्योंकि रविवार है, इसके लिए मैं कलीसिया में जाता हूँ और परमेश्वर में प्रभु की आराधना करता हूँ. इसके अलावा आपके हृदय के अंदर कोई और इच्छाओं के साथ यहाँ पर कोई आए हैं क्या?
കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ 7 ദിനത്തെ വളർച്ചയിൽ മറ്റെന്തെങ്കിലും അധികമായി ആഗ്രഹിക്കുന്നവരും ദൈവത്തോട് ആവശ്യപ്പെടുന്നവരുമായി നാം ആത്മീയത്തിൽ വളർന്നുവോ? हफ्ते भर में जो आत्मिक उन्नति आपने नहीं पाया है, उस उन्नति को चाहत के साथ यहाँ पर रविवार के दिन आप पहुंचे हैं क्या? ഒരു സാധാരണ ചോദ്യത്തെ ചോദിച്ച് വിശേഷമായ ചില ചിന്തകളിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. एक साधारण सा प्रश्न पूछ करके कोई खास बात के बारे में की ओर मैं आपको ले जाना चाहता हूँ. എനിക്കറിയാം നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണിത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. प्रश्न का उत्तर भी आप जानते होंगे. എന്തിനാണ് നാം വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്? प्रभु के वचन को हम क्यों पढ़ते हैं, याद करते हैं और उसके बारे में मनन करते हैं? ദൈവവചന പഠനത്തിന്റെ ദൈവവചന കേൾവിയുടെ ആവശ്യകത എന്താണ്? वचन को सुनना और वचन को पढ़ना, इसके जरूरत या अहमियत हमारे आपके जीवन में किस लिए है? മലയാളം അറിയാവുന്നവർ മലയാളത്തിലും ഹിന്ദിയിൽ പറയാവുന്നവർ ഹിന്ദിയിലും പറഞ്ഞു തുടങ്ങിയോ? जो मलयालम में जो कहना चाहता है मलयालम में, या फिर हिंदी में, हिंदी भाषी लोग हिंदी में उत्तर दे सकते हैं. ओके, प्रभु को जानने के लिए, प्रभु की इच्छाओं को जानने के लिए. ओके, अच्छा उत्तर है. और कुछ? प्रभु की तरफ, प्रभु जैसा बनने के लिए. ओके, കർത്താവിനെ പോലെ ആകുവാൻ, प्रभु के समान बनने के लिए. മറ്റെന്തെങ്കിലും? और कोई उत्तर है? बालकों, जो भी मन में आता है उत्तर बताइए. ഓക്കെ, കർത്താവിൽ വസിക്കുവാൻ. परमेश्वर में हमेशा बसे रहने के लिए. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വിഷയത്തോട് വളരെ നീതി പുലർത്തുന്നവയും ചേർന്ന് നിൽക്കുന്നവയുമാണ്. जो आप लोगों ने उत्तर दिया, ठीक मैं प्रश्न पूछा उसी के संग रहने वाला एक प्रश्न उत्तर था. കർത്താവിനെ അറിയണം, परमेश्वर को जानना है, കർത്താവിനെ പോലെ ആകണം, परमेश्वर के समान बनना है, കർത്താവിൽ വസിക്കണം. परमेश्वर में बसना है. ഇനിയും ഒന്നുകൂടെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ കുറച്ചുകൂടി ഒക്കെ നമുക്ക് മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. और भी आप लोग से प्रश्न किया जाए तो आप लोग उसके प्रश्न देते, उसका उत्तर देते रहेंगे. വളരെ വ്യത്യസ്തമായ ചിന്തകളും പഠിപ്പിക്കലുകളും ക്രൈസ്തവ ലോകത്ത് അരങ്ങേറുമ്പോൾ ഇത്രയും ദൈവവചനത്തോട് നീതി പുലർത്തുന്ന ഈ ഉത്തരം വാശി ദൈവസഭയിൽ നിന്നും കിട്ടിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस पर कई प्रकार की शिक्षाएं आजकल कलीसिया में पाए जाते हैं. उसके बीच में इस कलीसिया में आकर इस प्रकार का ठीक उत्तर पाने के लिए परमेश्वर ने आप लोग को तत्पर बनाया. इसके लिए आपको धन्यवाद देता हूं. നമ്മുടെ ഭാരതീയ ഹൈന്ദവ സംസ്കാരത്തിൽ അവർക്ക് നക്ഷത്രങ്ങളെ നോക്കിയും സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും ഒക്കെ നോക്കിയും ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് പറയുന്ന ജ്യോതിഷം എന്ന ഒരു വകുപ്പുണ്ട്, ഒരു പരിപാടിയുണ്ട്. हिंदू सिद्धांत के हिसाब से सूर्य, चंद्र और ग्रहणों को देखकर आपका स्वभाव कैसा होगा, आप किस प्रकार के दिन व्यतीत करेंगे, इसके बारे में वो सोच करके बताते हैं. वो നക്ഷത്രഫലം എന്നൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞു പോകാം. एस्ट्रोलॉजी इसको इंग्लिश में कहते हैं. അത് ഒരു ദിവസത്തേക്കുള്ളത് കിട്ടും, एक दिन के लिए वो देते हैं, वो ഒരാഴ്ചത്തേക്കുള്ളത് കിട്ടും, और हफ्ते भर का भी एस्ट्रोलॉजी देते ഒരു हैं, മാസത്തേക്കുള്ളത് കിട്ടും, और एक महीने का भी क्या होगा वो भी बताते ചിലരൊക്കെ हैं, ഒരു വർഷത്തേക്കുള്ളതും കൊടുക്കും. और फिर कुछ लोग एक साल का क्या होगा वो भी बताते हैं. നമ്മുടെ ഇടയിലെ പ്രവാചകന്മാരെ പോലെ എല്ലാവർക്കും ഫിറ്റ് ആകുന്ന ചില കാര്യങ്ങളായിരിക്കും അതിന്റെ അകത്ത് ഉൾപ്പെട്ടേക്കുന്നത്. और लोगों के जीवन से रिश्ता रखने वाली कई बातें वो भी बताएंगे जो भविष्यवक्ता भी हमें बताते हैं. തലവേദന പോകുമെന്നും ഈ വർഷം അനുഗ്രഹം വരുന്നുവെന്നും ചില കരച്ചിലുകൾ വരുന്നുവെന്നൊക്കെ പ്രവചിക്കുന്നത് പോലെ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകാറുണ്ട്. कुछ लोग बताते हैं कि तो आपका सर दर्द दूर होगा, आपकी बीमारी से चंगाई मिलेगा, आपको आशीष होगा. ऐसे भविष्यवक्ता बताते हैं हमको, वैसे ये एस्ट्रोलॉजी बताते हैं. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ज्योतिष में बिलीव का विश्वास रखने वाले कोई भी यहाँ पर बैठे हैं क्या?
ജ്യോതിഷികളെ കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും നാളെ എന്താകുമെന്ന് കൈ നോക്കിയും മുഖം നോക്കിയും നാള് നോക്കിയും നാട് നോക്കിയും പറയുന്ന ആരെങ്കിലും കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? कोई भी ऐसा आग्रह रखता है जो ज्योतिष से मिलना चाहता है, जो आपके काल को देखकर, समय को देखकर आपके अच्छे दिनों के बारे में बताने के लिए आप चाहते हैं? എന്താ ഭാഷ ചോദിക്കുന്നേ? आप पूछेंगे कि पास्टर ये क्या पूछ रहे हैं हमसे? വാശി ദൈവസഭയോടാണോ ഈ ചോദ്യം? ऐसा प्रश्न आप वाशी कलीसिया के विश्वासियों से कर रहे हैं? നമ്മുടെ നാട്ടിൽ ഒരു പ്രമുഖനായ വ്യക്തി ഈ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് പരസ്യമായി പ്രവചിക്കുകയുണ്ടായി. एक पासवान केरल में जो है अगस्त महीना आपके जिंदगी में कैसा होगा इसकी भविष्यवाणी उसने की. നിങ്ങളും ചിലരൊക്കെ കേട്ട് കാണും. आप लोगों ने, कुछ लोगों ने सुन रखा होगा. പ്രത്യേകിച്ച് മലയാളം ഭാഷ അറിയാവുന്നവർ, और जो मलयालम भाषा जानते हैं वो लोगों ने सुन रखा होगा. നമ്മുടെ നാട്, നമ്മുടെ ക്രൈസ്തവ നാട് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. केरल जो है अलग ही रीति से आत्मिक स्तर पर जा रहा है. നമ്മുടെ ക്രൈസ്തവ നാട്, ക്രൈസ്തവ ലോകം മറ്റൊരു തലത്തിലേക്ക് പോകുകയാണ്. आत्मिक जीवन, मसीह जीवन जो है दुनिया में किसी और डायरेक्शन में जा रहा है. അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ തന്ന ഈ ഉത്തരത്തിന്റെ പ്രസക്തിയുള്ളത്. और वहां पर जो आप लोगों ने उत्तर दिया उसकी अहमियत आप जान पाते हैं. ദൈവവചന കേൾവിയുടെ, ദൈവവചന പഠനത്തിന്റെ, ദൈവവചന ധ്യാനത്തിന്റെ ആ ലക്ഷ്യം ഒന്ന് ക്രമമായി പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के वचन को आपको बताना और उसके बीच में मनन करना मैं आप लोगों के बीच में चाहता हूं. പ്രൈസ് ദി ലോർഡ്. ഇതിനോട് ചേർന്ന് തന്നെയായിരിക്കും തിരുവചനത്തിൽ നിന്നും കർത്താവിന്റെ മേശയോടുള്ള ശുശ്രൂഷയും ചെയ്തു പോകുന്നത്. और इसी के संग ही मैं प्रभु भोज की सेवकाई भी इसके बीच में ही करूंगा. എന്തിനാണ് തിരുവചനം നാം പഠിക്കുന്നത്? किस लिए हम प्रभु के वचन को हम सीखते हैं? ആ ഭാഗം പഠിച്ചു വന്നാൽ ഒന്ന് ദൈവത്തെ അറിയുവാനാ. पहली बात है कि हम वचन के द्वारा हम परमेश्वर के बारे में सीखते हैं. നാം ആ ഭാഗം കേട്ടിരുന്നു. हम वो सुना है. അറിയുക, परमेश्वर को जानना, ദൈവത്തെ അറിയുക. परमेश्वर को जानना. നമ്മളൊന്നും നമ്മെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരല്ല. हम अपने आप को दूसरों के सामने प्रकट करना नहीं पसंद करते हैं. ആരുടെ മുമ്പിലും നമ്മെ പൂർണ്ണമായും നാം വെളിപ്പെടുത്താറുമില്ല. पूर्ण रीति से हम अपने आप को दूसरों के सामने प्रकट करना नहीं चाहते हैं. ദൈവത്തിനല്ലാണ്ട് ഇന്ന് വരെ നമ്മെ ആർക്കും മനസ്സിലായിട്ടുമില്ല. और परमेश्वर के अलावा आपको सही तरीके से कोई भी पहचान नहीं सकता. ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും അങ്ങനെയൊന്നുമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എന്നെ അറിയാം, എൻ്റെ നാട്ടുകാർക്ക് മുഴുവൻ എന്നെ അറിയാമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ പറയാം എൻ്റെ ഇന്ന കാര്യങ്ങൾ അറിയത്തില്ല, ഇന്ന സ്വഭാവങ്ങൾ അറിയത്തില്ല, ഇന്ന വാക്കുകൾ അറിയത്തില്ല, ഇന്ന നടപ്പ് അറിയത്തില്ല എന്ന് നമ്മളൊന്ന് ആത്മഗതം ചെയ്യാറുമുണ്ട്. और कई लोग कहते हैं कि मुझे मेरे घर वाले अच्छी तरह पहचानते हैं, मेरे इलाके वाले मुझे अच्छी तरह पहचानते हैं, मगर मन ही मन में वो जानता है कि मेरे कई स्वभावों को, कई बातों को लोग नहीं जानते हैं कर. സ്കൂളിലെ കുട്ടികളെ കുറിച്ച് അധ്യാപകർ പറയും ആ കൊച്ചിനെ എനിക്കറിയാം, അവൻ നല്ല കുട്ടിയാ. और स्कूल में चले जाए तो कई टीचर लोग अपने बच्चों के संबंध में कहेंगे मैं वो लड़का बहुत अच्छा लड़का है, मैं उसके बारे में अच्छी तरह जानता हूँ. അവന് വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന വർക്കുകളൊക്കെ, ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ടേ വരത്തുള്ളൂ. हम जो भी होमवर्क देते हैं उसे वो पूरा होमवर्क कर ही स्कूल में आता है. ടീച്ചർക്ക് എന്തോ അറിയാം? टीचर को क्या मालूम है? വീട്ടിലെ അമ്മയാണ് അപ്പയാണ് ഇതൊക്കെ ചെയ്തു വിടുന്നതെന്നുള്ളത് കൊച്ചിനെ അറിയത്തുള്ളൂ, കൊച്ചി തൊട്ട് പറയത്തുമില്ല. घर में माता पिता उनका होमवर्क करके देता है, ये बात तो बच्चे को जानता है, टीचर नहीं जानता. നമുക്കറിയാം ഇന്ന് സ്കൂളിലെ വർക്കുകൾ കൂടുതലും പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി ടീച്ചേഴ്സ് കൊടുത്തു വിടുന്നതാ. और अभी के छोटे बच्चों के लिए खासकर होमवर्क जो देते हैं माता पिताओं के लिए देते हैं. കാരണം അവർക്ക് സ്കൂളിൽ പോയ സമയത്ത് അത്രയൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പൊ ഇരുന്ന് പഠിച്ചോ എന്നാ പറയുന്നത്. और क्योंकि वो जानते हैं कि माता पिता अपने उम्र में ये सब सीखा नहीं है तो अब जाकर सीखने दो, इसके लिए माता पिताओं के लिए काम देते हैं. 3-4 വയസ്സ് തൊട്ട് 10-15 വയസ്സ് വരെയും ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പഠിപ്പിച്ചാൽ ആ കുട്ടിയെ കുറിച്ച് പോലും അധ്യാപകന് പഠിക്കാൻ കഴിയത്തില്ല. और 3 से लेकर 15 साल का उम्र तक एक बच्चे को एक अध्यापक पढ़ाए तो भी पूरी तरह उस बच्चे के बारे में उस अध्यापक जान नहीं पाते हैं. ഒരു വീട്ടിൽ ജനിച്ചു വളരുന്ന കുട്ടിയെ കുറിച്ച്, കുഞ്ഞിനെ കുറിച്ച് ഒരു മാതാവിനോ പിതാവിനോ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. घर में पैदा हुआ बच्चों के बारे में, उसके पूर्ण स्वभाव के बारे में माता पिता नहीं जानते हैं. ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച് മുഴുവനുമായും മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുവാനും കഴിയുന്നില്ല. और
ഓരോ ദിവസം കഴിയും തോറും അറിഞ്ഞതൊന്നും ശരിയല്ല എന്നും അറിഞ്ഞതൊന്നും ഇങ്ങനെ അല്ലായിരുന്നുവെന്നും തിരുത്തേണ്ട ഒരു തലത്തിലാണ് നമ്മുടെ യാത്രയൊക്കെ. അവിടെയാണ് തിരുവചന പഠനത്തിലൂടെയും തിരുവചന വായനയിലൂടെയും തിരുവചന ധ്യാനത്തിലൂടെയും നാം കർത്താവിനെ അറിയുന്നത്. അധികമായി അടുത്തുനിന്ന് ഏറ്റവും അടുത്തുനിന്ന് അറിയുവാൻ, ഏറ്റവും അധികമായി അറിയുവാൻ, ഏറ്റവും ആഴമായി അറിയുവാൻ കഴിയുന്ന ഒരുവൻ തിരുവചനത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. ഹോശിയാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. യഹോശൂ की पुस्तक 6 अध्याय की 3 पद. ഹോശിയ 6:3. അവിടെ നാം വായിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു വാക്യമുണ്ട്. നമുക്ക് ആ ഭാഗമൊന്ന് വായിച്ചു കേൾക്കാം. ആ ആ പ്രൈസ് ദി ലോർഡ്. മതി. ആ ഭാഗം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഹോശിയാവിന്റെ പുസ്തകം 6-ാം അധ്യായം. യഹോശൂ की पुस्तक अध्याय 6 उसका 3 पद. യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കുക. യഹോവയെ അറിയുവാൻ ആഗ്രഹിക്കുക. നമുക്ക് കർത്താവിനെ അറിയാം, നമുക്ക് കർത്താവിനെ മനസ്സിലാക്കാം, നമുക്ക് കർത്താവിങ്കിലേക്ക് അടുത്തു വരാം. നമുക്ക് കർത്താവിങ്കിലേക്ക് അടുത്തു വരാം. ഇനിയും അതിന്റെ മറ്റൊരു ഭാഗം उसका दूसरा भाग इस प्रकार है. ദൈവവചന പഠനത്തിലൂടെ, परमेश्वर के वचन के सीखने से, ദൈവവചന കേൾവിയിലൂടെ, परमेश्वर के वचन को सुनने से, ദൈവവചന ധ്യാനത്തിലൂടെ और वचन को मनन करने से നാം കർത്താവിനെ അറിയുന്നില്ല എങ്കിൽ, अगर परमेश्वर को हम जान नहीं सकते हैं तो, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ, और वचन दिखाने वाला सत्य परमेश्वर को हम जान नहीं पाए तो, എവിടെയോ എന്തോ തകരാറുണ്ടെന്ന്. कहीं न कहीं तो कुछ तो गड़बड़ है. ദൈവവചന കേൾവിയിലൂടെ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ, परमेश्वर के वचन को सुनने से हम परमेश्वर को जान नहीं पाते हैं तो, ഒന്നുകിൽ കേൾക്കുന്നതിന് കുഴപ്പമുണ്ട്, कुछ शायद सुनने में कोई खामी है, അല്ലെങ്കിൽ കേട്ടതിനെന്തോ കുഴപ്പമുണ്ട്. या फिर जो बात सुना है उसमें कुछ कमी है. കേട്ടത് തിരുവചനത്തിലെ സത്യമാണെങ്കിൽ, अगर सुना हुआ बात परमेश्वर के वचन की सच्चाई है तो, ഇന്നലേക്കാൾ ഇന്ന് നാം ദൈവത്തെ കൂടുതൽ അറിയും. तो फिर कल से ज्यादा आज परमेश्वर को करीब से जानेंगे, കർത്താവിനോട് കൂടുതൽ അടുക്കും. परमेश्वर के और करीब पहुंच जाएंगे आप. പിതാവായ ദൈവത്തെ കുറിച്ച്, पिता परमेश्वर के संबंध में, പുത്രനായ ദൈവത്തെ കുറിച്ച്, पुत्र परमेश्वर के संबंध में, പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച് और पवित्र आत्मा जो परमेश्वर है उसके संबंध में അധികമായി 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 നാം അറിഞ്ഞുകൊണ്ടേയിരിക്കും. और अधिक हम आप सीख पाते हैं. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥന എഫെസ്യ ലേഖനം 1:16 മുതൽ നാം വായിക്കുന്നുണ്ട്. इफिसियों 1:16 का अध्याय में जो प्रेरित पौलुस का प्रार्थना के बारे में നാം ആ ഭാഗമൊക്കെ നന്നായി വായിച്ചിട്ടുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്, ആ പ്രാർത്ഥനയെ കുറിച്ച് ധ്യാനം നടത്തിയിട്ടുള്ളവരാണ്. और उस प्रार्थना के संबंध में हमने कई बार सीख रखा है और कई बार मनन कर चुके हैं. പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിലെ അഭിലാഷമാണ് എഫെസോസിലുള്ള ദൈവജനം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവത്തെ അറിയുന്നവരാകണമെന്നുള്ളത്. उसमें इस प्रकार उसका मनोकामना है कि उनके हृदय के आंखों को खोले ताकि वो परमेश्वर को और अच्छी तरह जान पाए. പ്രൈസ് ദി ലോർഡ്. നാം ആ ഭാഗം വായിച്ചിട്ടുള്ളതായതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. हमने पढ़ रखा है इसके लिए मैं उसको दोहराऊंगा नहीं. എങ്കിലും യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, यूहन्ना की सुसमाचार उसकी 16वीं अध्याय 3 पद. The Gospel according to John chapter 16 verses 3.
പ്രൈസ് ദി ലോർഡ്. കർത്താവായ ഈശോ മിശിഹ പറയുന്നത് എന്നെ അറിയുവാൻ കഴിയുമെന്ന്. प्रभु यीशु मसीह इस प्रकार कहता है कि वो मुझे जान पाएंगे, ദൈവത്തെ അറിയുവാൻ കഴിയുമെന്ന്. परमेश्वर को वो जान पाएंगे कहता है। അറിയാത്തവർ പലതും പറഞ്ഞിരിക്കാം, जो अनजान बातें हैं कई बात सुने होंगे, അറിയാത്തവർ ദൈവത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചിരിക്കാം, और परमेश्वर के बारे में जो इमेजिनेशन है वो उन्होंने बता दिया होगा। എന്നാൽ ദൈവത്തെ അറിയുവാൻ കഴിയും, യേശുവിനെ അറിയുവാൻ കഴിയും. അറിഞ്ഞവർ വ്യത്യസ്തരായി നിലകൊള്ളും. और जो यीशु मसीह के बारे में जान पाएंगे और उस जानकारी से उनका जीवन बदलाव होगा, അവരുടെ ചിന്ത വ്യത്യസ്തമായിരിക്കും, उनका सोच में अलग विचार होगा, അവരുടെ നടപ്പ് വ്യത്യസ്തമായിരിക്കും, उनका चाल चलन भी बदल जाता है, അവരുടെ വാക്കുകൾ और വ്യത്യസ്തമായിരിക്കും, उनकी वाणी भी बदल जाती है, അവരുടെ ഇടപെടലുകൾ വ്യത്യസ്തമായിരിക്കും. दूसरों से व्यवहार करते हैं उसमें भी बदलावट दिखाई पड़ता है। യേശു പറഞ്ഞത് ദൈവത്തെ അറിയാത്തവരും അറിയുന്നവരും തമ്മിലുള്ള ആ വ്യത്യാസത്തെ കുറിച്ചാണ്. और उसमें यीशु मसीह बताता है कि जो परमेश्वर को जानता है, जो अनजान है, उनके व्यवहार के बारे में जो विभिन्नता है वो बताता है। ദൈവവചന കേൾവി ദൈവത്തെ അറിയുവാനും ആ വ്യത്യാസത്തെ വ്യതിരക്തതയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മെ പ്രാപ്തമാക്കുന്നു. प्रभु का वचन हमें दिखाता है कि प्रभु से अनजान लोग किस प्रकार रहते हैं और प्रभु को जानने वाले किस प्रकार जीवन व्यतीत करते हैं, इसके बारे में आपको साफ दर्शाता है। वो ഏകസത്യ ദൈവമായ അങ്ങേ അറിയുവാൻ, एक ही सच्चा परमेश्वर यीशु मसीह को जानने के लिए, സകലത്തിന്റെയും ഉടയവനായ അങ്ങേ അറിയുവാൻ, और सबका मालिक एक परमेश्वर यीशु मसीह को जानने के लिए, സകലത്തെയും വചനത്താൽ ഉളവാക്കിയവനെ അറിയുവാൻ और सबको उत्पन्न जिसने वचन के द्वारा किया उसको जानने के ഭാഗ്യം लिए ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. हम सब उसके सौभाग्य पाए हैं। നാം ദൈവത്തിന്റെ സർവശക്തി അറിഞ്ഞവരാണ്. परमेश्वर के सर्वशक्ति को महसूस किए हैं വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ്. और वचन के सामर्थ्य को पहचानने वाले लोग हैं। വചനത്തിന്റെ വേഗതയെ തിരിച്ചറിഞ്ഞവരാണ്. परमेश्वर के वचन की गति को हम पहचानते ഇന്ന് हैं। പകലിലും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തിരിച്ചറിവ്, ദൈവത്തെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയായി വെളിപ്പെടണം. और हमारे सुनने वाले वचन को हमारे जीवन में कुछ क्रिया कर कर बदलावट में हमें दिखाई पड़ना चाहिए। കേവലം ഒരു ഇൻഫോർമേഷനായി ഈ അറിവുകൾ നമ്മുടെ അകത്ത് നിലകൊള്ളാതെ അത് പ്രവൃത്തിയായി വരേണ്ടതിനാണ് ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. प्रभु का वचन सुनने से हमारे दिमाग में कोई ज्ञान भरकर नहीं, बल्कि हमारे जीवन में कोई अलगपन लागू करने के लिए हम वचन को सुनने അപ്പോൾ चाहिए। നാം ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ദൈവത്തെ കുറിച്ച് അറിയുവാനാണ്. हम वचन सुनते हैं प्रभु के बारे में अच्छी जानकारी रखने के लिए, ദൈവത്തിന്റെ ശക്തി അറിയുന്നത് പോലെ ദൈവത്തിന്റെ സ്വഭാവത്തെ അറിയുവാൻ, प्रभु के सामर्थ्य को जानते हैं वैसे ही प्रभु के स्वभाव को भी जान सकें। ദൈവത്തിന്റെ സ്വഭാവത്തെ അറിയുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ അറിയുവാൻ, प्रभु के स्वभाव को जानते हैं वैसे प्रभु के क्रियाओं के बारे में जानने के लिए। ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ദൈവത്തിന്റെ ഇഷ്ടത്തെയും ദൈവത്തിന്റെ അനിഷ്ടത്തെയും ദൈവത്തിന്റെ താല്പര്യത്തെയും ദൈവത്തിന് താല്പര്യമില്ലാത്തതിനെയും തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. प्रभु की इच्छाओं के बारे में जानने के लिए और प्रभु जिसे नकारता है उसे भी जानने के लिए ये वचन को सीखना चाहिए। ദൈവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിന്റെ സ്വഭാവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. जो प्रभु के वचन को जानते हैं वो प्रभु के स्वभाव को भी जानते रहते हैं। അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹത്തെ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടത്തെ അറിയാം, ദൈവത്തിന്റെ മനസ്സിനെ അറിയാം. അങ്ങനെ ദൈവത്തിലേക്ക് നാം അടുത്ത് 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 അറിഞ്ഞുകൊണ്ടേയിരിക്കും. प्रभु के मन को जानते हैं, प्रभु के स्वभाव को जानते हैं, उसके क्रियाओं को जानते हैं, वैसे हम जानकारी पाते पाते और प्रभु के करीब पहुंच जाते हैं। അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. എന്നെ അറിയുന്ന, ഞാൻ അറിയുന്ന ദൈവത്തിന് ഇതാണ് ഇഷ്ടം, അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. प्रभु की इच्छाओं को जानने से हमें पता चलता है कि मैं जिसे आराधना करता हूँ परमेश्वर की इच्छा इस प्रकार है, तो हमारा स्वभाव भी उसी प्रकार में बदलावट होते होते प्रभु के करीब पहुंच जाते हैं। ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. एक बार चेलों ने यीशु मसीह से बात कही, പഴയ നിയമത്തിൽ ഏലിയാവ് ചെയ്തതുപോലെ കർത്താവെ ഒന്നങ്ങ് കൽപ്പിച്ചാലോ, पुराने नियम के एलिया ने जिस प्रकार आज्ञा दी उस प्रकार दीजिए आज्ञा, മുകളിൽ നിന്ന് തീ ഇറങ്ങി അങ്ങ് തീർത്ത് കളഞ്ഞതുപോലെ ഇവരെ അങ്ങ് നശിപ്പിച്ചാലോ. और प्रभु ने कहा कि एलिया ने जैसा आग को पुकारा था ऊपर से वैसे आग को बहाए और उनको भस्म कीजिए।
അദ്ദേഹം ഈ വാക്കൊക്കെ കേട്ടിട്ട് യേശു പറഞ്ഞ മറുപടി ഇതാണ്: ये सब बातें सुनकर यीशु ने इस प्रकार जवाब दिया, നിങ്ങളിൽ ഇപ്പോൾ ഏത് ആത്മാവ വ്യാപരിക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല. अब आप लोग में कौन सी आत्मा काम कर रही है, क्रिया कर रही है, मैं जानता नहीं. രക്ഷിക്കാൻ വന്ന എന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ ഇത്രയും നാളും എന്നിൽ നിന്ന് കേട്ടതെന്താ? अब तक मेरे साथ में चलकर ये सब में बदलावट नहीं हुआ, तो तुमने अब तक सुना क्या है? വിടുവിക്കുവാൻ വന്ന എന്റെ വാക്കുകൾ മനസ്സിലാക്കിയിട്ടും ഞാൻ ശിക്ഷിക്കുന്നവനല്ല രക്ഷിക്കുന്നവനാണെന്ന് എന്താ തിരിച്ചറിയാത്തത്? मैं आपको दंड देने के लिए नहीं बल्कि उद्धार देने के लिए आया. इस बात को जान नहीं सके तो आप क्या जाने हैं अब तक? ശിഷ്യന്മാർ യേശുവിന്റെ കൂടെയുണ്ടെങ്കിലും മനസ്സിലാകാത്തതിനെ അവർക്ക് തിരിച്ചു കൊടുക്കുകയാ. നിങ്ങൾ ദൈവത്തെ അറിയണം. और यीशु मसीह के संग रहने के बाद भी वो यीशु मसीह के बारे में जान नहीं पाए, तो यीशु उनको समझाते हैं कि मैं उद्धार देने के लिए आया हूँ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. बच्चों से प्रेम रखने वाले यीशु मसीह को हम जानने चाहिए. രോഗികളുടെ മാനസിക നിലയെ തിരിച്ചറിയുന്ന യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. और जो बीमार लोग हैं उनके मानसिक अवस्था को पहचानने वाले इस यीशु को हम जानने चाहिए. കുറവ് തീർക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയണം. खामियों को दूर करने वाले प्रभु यीशु मसीह को हम करीब से जानने चाहिए. ഹൃദയത്തിന്റെ സംഘടനങ്ങളെ തിരിച്ചറിയുന്ന യേശുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. अपने हृदय के पीड़ाओं को जानने वाले परमेश्वर उस यीशु मसीह को हम जानने चाहिए. അതിശയങ്ങളുടെ ദൈവത്തെ, അത്ഭുതങ്ങളുടെ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം. चमत्कार और चिन्ह देने वाले इस प्रभु को हम अच्छी तरह जानने चाहिए. അഥവാ യേശുവിനോടുള്ള ദൈവത്തോടുള്ള നമ്മുടെ അറിവ്, അടുപ്പം തിരുവചന കേൾവിയിലൂടെ പ്രതിദിനം വളർന്നു വരണം. और हर दिन के वचन के सुनने से, मनन करने से हम उस परमेश्वर के करीब होते जाते हैं. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിയുക, परमेश्वर को जानिए. അറിയുക, കർത്താവിനെ അധികമായി അറിയുക. परमेश्वर को अधिक से अधिक जानिए करीबी से. ഇന്ന് പകലിലെ സഭായോഗത്തിലും നമുക്ക് നമ്മുടെ കർത്താവിനെ അറിയുവാനിടയാകട്ടെ. आज के सुबह के सभा में भी परमेश्वर को और करीब से जानने का मौका मिले. സൃഷ്ടികർത്താവായ ദൈവത്തെ അറിയുവാനിടയാകട്ടെ. सृष्टिकर्ता परमेश्वर को हम जान पाए. ഒരു സൃഷ്ടിയുടെ വേഷമെടുത്ത കർത്താവിനെ അറിയുവാനിടയാകട്ടെ. एक सृष्टि किया हुआ परमेश्वर सृष्टि बनकर धरती पर आया, उनको जान पाए हम. മൺപാത്രങ്ങളെ ശക്തീകരിക്കുന്ന ഈ ആത്മാവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. मिट्टी से बनाओ बर्तनों को सामर्थ्य प्रदान करने वाला उस परमेश्वर के सामर्थ्य को ഒരു जाने. സാധാരണക്കാരനെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന യേശുവിനെ, ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. साधारण व्यक्तियों को असाधारण काम के लिए तत्पर बनाने वाले परमेश्वर के उस सामर्थ्य को जानिए, उस परमेश्वर को എല്ലാവരും जानिए. നിസ്സാരമെന്ന് തള്ളിക്കളയുമ്പോൾ അതിനെ ഏറ്റവും മൂല്യവത്താക്കി തീർക്കുന്ന കർത്താവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. कोई साधारण व्यक्ति है कर उसके बाजी में डालने वाले व्यक्ति समय में उस साधारण व्यक्ति को लेकर बहुमूल्य व्यक्ति बनाने वाले उस परमेश्वर को ആരും जानिए. ഇനിയും സഹായിക്കുവാനില്ല എന്നും ഇനി ഒരു ഉയർപ്പുണ്ടാകുകയില്ല എന്നും വിചാരിക്കുന്ന ഇടത്ത് സഹായകനായി ഇറങ്ങി വരുന്ന, ഉയർപ്പിക്കുന്നവനായി നിലകൊള്ളുന്ന നല്ല ദൈവത്തെ അറിയുവാൻ ഇന്ന് പകലിലും ഇടയാകട്ടെ. ദൈവത്തിന് जब സ്തോത്രം. उसका कोई भी सहायता नहीं करेगा सोचकर सबने कहा, मगर उस समय में आकर आपकी सहायता की परमेश्वर को आप अच्छी तरह जानिए. അവൻ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ മതിയായവനാണെന്ന്, वो हमारे जीवन में भी काम करने के लिए तत्पर है. നമുക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ वो മതിയായവനാണെന്ന്, हमारे लिए भी काम करने के लिए तैयार है. നമ്മുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വരുവാൻ മതിയായവനാണെന്ന്, हमारे जीवन में भर कर आने के लिए तैयार है. वो അവൻ നമ്മുടെയും കണ്ണുനീരിനെ തുടയ്ക്കുവാൻ മതിയായവനാണെന്ന്, हमारे आंसुओं को पोंछने के लिए भी सामर्थ्यवान നമ്മുടെയും है. കറകളെ മാറ്റുവാൻ മതിയായവനാണെന്ന് हमारे भी खामियों को हटाने के लिए, दूर करने के ഇന്ന് लिए പകലിൽ हम അധികമായി തിരിച്ചറിയുന്ന പകലായി മാറട്ടെ. आज सुबह उस परमेश्वर को करीब से जानने का समय हो जाए. ശമൂവേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു സംഭവമുണ്ട്. सैमुएल में इस प्रकार का एक कहानी है. ഹന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിലേക്ക് പോകുന്നു. हन्ना प्रार्थना करने के लिए गिरजा मंदिर में जाती है. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. वो सब भाग अच्छी तरह हम जानते हैं. പ്രാർത്ഥന കഴിഞ്ഞു, प्रार्थना खत्म हुई. മഹാപുരോഹിതൻ നോക്കിയപ്പോൾ ഇവൾ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ്, ചിലപ്പോൾ കുടിച്ചിട്ടായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചു. महायाजक एली ने सोचा कि वो शायद दारू पीकर कुछ कुछ तो बक रही है. മറുപടി കൊടുത്തു, അങ്ങനെയൊന്നും അല്ല യജമാനനെ, ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. तो हन्ना ने जवाब दिया, वैसा कुछ नहीं है, मैं बहुत दर्द के साथ यहाँ आई हूँ, मैं प्रार्थना कर रही थी. എന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. मेरे हृदय में बहुत पीड़ा है. മഹാപുരോഹിതൻ ഒരു അനുഗ്രഹം അവൾക്ക് നൽകി. और वहां पर एली उसे आशीष से भर देता है.
ആ ആഗ്രഹം, ആ അനുഗ്രഹം ഇതാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ, മറുപടി നൽകട്ടെ. और उसे आशीष प्रदान करता है कि तेरी प्रार्थना जैसी है वैसा ही तेरे जीवन में हो जाए. നമ്മളാണെങ്കിൽ എന്തോ പറഞ്ഞേ, ഓക്കെ, അടുത്ത പ്രാവശ്യം സ്തോത്ര കാഴ്ച 50 രൂപ കൂട്ടി കൊടുത്തേക്കാം പുരോഹിതൻ എന്നങ്ങ് ചിന്തിക്കും. और हम तो हम होते उसकी जगह पे 50 रुपया और ज्यादा दे देते और बोलते थे हम हाँ ठीक है आप कहते. പുള്ളി ആദ്യം എന്നെ കുറിച്ച് നല്ലതൊന്നും പറഞ്ഞില്ലെങ്കിലും ഇപ്പൊ നല്ലതൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ല പാസ്റ്ററാന്നൊക്കെ പറഞ്ഞേക്കാം. पहले मेरे बारे में कोई अच्छी बात नहीं करते थे, मेरी अभी में बहुत बड़ाई कर रहा है तो मैं थोड़ा और पैसा दे देता ഇതൊന്നും हूँ. മോശമല്ല, നല്ല കാര്യമാണ്. ये सब कोई खराब नहीं है, ठीक ही है. പക്ഷെ എന്റെ ഹൃദയത്തോട് സംസാരിച്ച ഒരു ഭാഗം അവിടെയുണ്ട്. वहां पर एक बात है जो मेरे हृदय से बात की है. ഞാൻ വളരെ പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു ദിനം, मैं बहुत ही तकलीफ में फंसा हुआ एक दिन था. ഒരു ദിവസം എന്നല്ല, ചില ആഴ്ചകളായിട്ട് നന്നായി ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാതെ വളരെ വേദനയോടെ മുൻപോട്ട് പോകുകയാണ്. कई हफ्तों से रात को सो भी नहीं पाता था, वैसे बहुत तकलीफ से गुजर रहा था. പകൽ സംസാരിക്കുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. പൊതുവേ ഗൗരവമുള്ളയാളാ, ഞാൻ ചിരിക്കാൻ ശ്രമിക്കാറുണ്ട്, അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഞാൻ സംസാരിക്കും. मैं वैसे ही थोड़ा गंभीर व्यक्ति हूँ, मगर प्रचार करते वक्त मैं हंसी के साथ मुंह में मजाक के साथ में बातें लोगों के साथ करता हूँ. ഇങ്ങനെ ഓരോ സമയവും പോകുമ്പോൾ ഈ ഒരു ശബ്ദം, ഈ ഹന്നയുടെ വിഷയം എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. और ये सब बातें करते वक्त जो है हन्ना से कहा हुआ बात ये मेरे मन में वापस दोहरा रहा था. ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. कई बार प्रचार किया, कई बार पढ़ा हुआ एक भाग है ये शमूएल का वचन. മിക്കവാറും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. और हम लोगों ने भी शमूएल का किताब कई बार पढ़ा होगा हमने. അതിന്റെ 18ാമത്തെ വാക്യമാണ്, 1-ാം അധ്യായം 18ാമത്തെ വാക്യത്തിലെ അവസാന ഭാഗമാണ് മലയാളത്തിൽ ദൈവം എന്നോട് ഇടപെട്ടത്. उसका जो 18वां वचन है पहला अध्याय का, वो बातें वो परमेश्वर की आत्मा ने मुझे कहा. ഹന്ന പ്രാർത്ഥിച്ചു, മറുപടിയൊക്കെ കിട്ടി. അതിന് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു, പിന്നെ അവളുടെ മുഖം വാടിയതില്ല. और उसमें लिखा है कि परमेश्वर की बातें उसे सुनने के बाद में लिखा है कि फिर बाद में उसका मुंह जो है मुरझाया नहीं. എന്റെ ഹൃദയത്തോട് എന്റെ ചെവിയിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. और प्रभु की वाणी में अपने कानों में सुनी. ഈ ദൈവത്തെയാ നീയും വിളിക്കുന്നത്. और वो वाणी ने मुझे कहा कि इसी परमेश्वर को तू भी पुकारता है. ഈ ദൈവത്തെ കുറിച്ചാണ് നീ പ്രസംഗിച്ചത്. और यही परमेश्वर के बारे में तू प्रचार भी करता है. ഈ ദൈവത്തെ കുറിച്ചാണ് നീ പലരോടും പറഞ്ഞ് അവരെ ഉറപ്പിച്ചത്. और यही बात कहकर दूसरों को स्थिर करता है. ഇത് പ്രസംഗിക്കാനല്ല, നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് ഞാൻ ഇപ്പൊ തരുന്നത്. और ये मैं प्रचार करने के लिए नहीं, बल्कि तेरे जीवन में तुझे स्थिर बनाने के लिए मैं तुझे देता हूँ. പിന്നെ വാടിയില്ല. और फिर उसका मुंह उदास नहीं हुआ. ദൈവത്തെ കുറിച്ചുള്ള വലിയ തിരിച്ചറിവ്, परमेश्वर की पूरी बड़ी जानकारी, ദൈവിക വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ്, परमेश्वर की प्रतिज्ञाओं के बारे में जानकारी ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു സമൂഹത്തിൽ വരുത്തുന്ന മാറ്റമാ ഒരൊറ്റ വാക്യത്തിലുള്ളത്. एक व्यक्ति के जीवन में और समूह को बदलने वाला बात उस वचन में लिख रखा है. ഇന്നുവരെയും വാടിയ മുഖത്തോടെ ഇരുന്നപ്പോൾ ഇനി മുതൽ വാടണ്ട എന്ന് പറഞ്ഞ് അരികെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. अब तक दुखी मन से आए हुए व्यक्ति, परमेश्वर इस प्रकार कहता है कि उसके बाद में उसका मुंह में कोई दुख नहीं रहा. उस परमेश्वर के सामने करीब में आप आए हैं. മകനെ കുറിച്ച്, മകളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, ജോലിയെ കുറിച്ച്, സഭയെ കുറിച്ച്, സഭാവിഷയങ്ങളെ കുറിച്ചൊക്കെ ഭാരപ്പെടുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാൻ കഴിയുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം തിരുവഴുത്തിലൂടെ. अपने बच्चों के बारे में, अपनी बीवी के बारे में, अपने नौकरी के संबंध में, अपनी जिंदगी के बारे में, भविष्य के बारे में किस प्रकार की भी सोच रखते हो, तो इस वचन से आप सामर्थ्य पाइए कि परमेश्वर उसके बाद में उसका मुंह दुखी नहीं हुआ. ഹന്നായുടെ ദൈവം എന്റെയും ദൈവമായി എന്റെ മുഖത്തിന്റെയും വാട്ടം മാറ്റുന്നവനാണ്, എന്റെ മുഖത്തിന്റെയും കോട്ടം മാറ്റുന്നവനാണ്, എന്റെ ചിന്തയുടെ വളവിനെ നിവർക്കുന്നവനാണ്, എന്റെ കണ്ണിന്റെ കാഴ്ചയെ മടക്കി തരുന്നവനാണ്. ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. उस हन्ना के परमेश्वर ने जो उसके चेहरे के दुख को हटा दिया, हृदय की पीड़ाओं को दूर किया. आपके जीवन में जो भी दर्द हो, जो भी पीड़ाएं हो, जो भी समस्या हो, सबको दूर कर सकता है परमेश्वर. അപ്പോൾ ദൈവവചന കേൾവി ദൈവത്തെ കുറിച്ച് അറിയുവാൻ, परमेश्वर के वचन को सुनने से वचन परमेश्वर के बारे में जानना है. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ കാര്യം, ദൈവവചന കേൾവിയിലൂടെ, പഠനത്തിലൂടെ, ധ്യാനത്തിലൂടെ നാം ആരെ അറിയണം? ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണമെങ്കിൽ പ്രസംഗത്തിൽ എന്തോ ഉണ്ടാകണം? ദൈവം ഉണ്ടാകണം.
പ്രൈസ് ദി ലോർഡ്. परमेश्वर के वचन से सुनने से पढ़ने से हम परमेश्वर के बारे में जान पाते हैं, मगर प्रचार में ही परमेश्वर का होना जरूरी है. രണ്ടാമത്തത് दूसरी बात, ടു ബിക്കം, ആയിത്തീരുക. और बनना. യെസ്, ആയിത്തീരുക. हम बनना है, ടു ബിക്കം, किसी परमेश्वर के समान बनना, ആയിത്തീരുക. या हमें बदलावट, परिवर्तन होना. പരിവർത്തൻ. യാ, ആരായിത്തീരണം? हम कौन बनना है, എന്തായിത്തീരണം? क्या बनना है. അതിനും പുതിയ നിയമത്തിലെ ഒരു നല്ല ഉദാഹരണമുണ്ട്. അതങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് പോവാം. नए नियम में उसका एक अच्छा उदाहरण है, वो समझाकर मैं आगे बढ़ता हूं. പൗലോസ് ഒരാളെ വിളിക്കുന്നുണ്ട്, എന്റെ പുത്ര, എന്റെ ബേട്ടെ, അല്ലേ? पौलुस, प्रेरित पौलुस अपने एक भाई को मेरे प्रिय बेटे कर कर पुकारता है. എന്റെ മകനെ, मेरे बेटे, എന്റെ പ്രിയ മകനെ, और मेरे प्रिय बेटे, നിജപുത്ര, मेरा पुत्र. തിമോത്തിയോസിനെ വിളിക്കുന്ന പേരുകളാണ് നമ്മൾ ഈ കേട്ടതൊക്കെ. ये सब बातें तिमोथियोस के संबंध में पौलुस कहता है. വളരെ അടുത്ത് നിർത്തി, വലിയ മനക്കട്ടിയൊന്നും ഇല്ലാത്തയാളായ തിമോത്തിയോസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അടുപ്പിച്ചു നിർത്തി തന്നോട് പറയുന്ന കാര്യമാണ്, മകനെ, മോനെ, കുഞ്ഞേ, കുട്ട. അതൊക്കെ എഴുതി വെക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊന്നും എഴുതാതെ മകനെ, നിജപുത്ര, തിമോത്തിയോസ് എന്നൊക്കെ പറഞ്ഞു വിട്ടേക്കുക. शायद ज्यादा सामर्थ्यवान नहीं था, इसके लिए पौलुस उसको करीब रखकर इस प्रकार से मेरे बेटे, मेरे प्रिय पुत्र, इस प्रकार से पुकार कर उसे आगे बढ़ाता था. എന്നാൽ തന്റെ ജീവിതാന്ത്യത്തിലേക്ക് എത്തിയപ്പോൾ പൗലോസ് തന്റെ ശുശ്രൂഷ കൈമാറുവാൻ ആഗ്രഹിച്ച് തിമോത്തിയോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. मगर उसकी सेवकाई खत्म होने से पहले उसको पुकार कर उसको अलग एक नाम से उसके पुकारता है तिमोथी को. തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 16 ഓൺവേർഡ്സ്. ദൂസരാ തിമോത്തി, 2 തിമോത്തി ചാപ്റ്റർ 3 verses 16 onwards. संपूर्ण पवित्र शास्त्र അവിടെ നാം കാണുന്ന ഒരു ഭാഗം ഹിന്ദിയിൽ, എന്നാൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. ആ ഭാഗം ഏതാ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. 17 അല്ലേ? ഓക്കെ, അവിടെ നാം വായിക്കുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. परमेश्वर के ज्ञान में सिद्ध बनो. ആ വാക്യത്തിന് അല്പം വ്യത്യാസമുണ്ട്. उसमें थोड़ा तर्जुमा में ആ ഭാഗം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് വായിച്ചോളണം. പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്ന ഒരു പേരാണ്. पौलुस तिमोथी को नाम से पुकारता है, इस नाम ദൈവത്തിന്റെ മനുഷ്യൻ, परमेश्वर के पुत्र. 1 തിമോത്തിയോസ് അല്ലേ? ഓക്കെ. 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സസ് 11. 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സസ് 11. ഓക്കെ, പരമേശ്വർ കെ ജൻ അവിടെ കൊടുത്തിരിക്കുന്നത് ബഹുവചനത്തില. वो बहुवचन में वहां पर लिखा गया है कि परमेश्वर के जन. ഇവിടെ മകനെ എന്നും സ്വന്തം മകനെ എന്നും പ്രിയനെ എന്നുമൊക്കെ വിളിച്ചിരുന്ന തിമോത്തിയോസിനെ പൗലോസ് വിളിക്കുന്ന പേരാണ് ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. वो प्रारंभ में उसे पुकारता था मेरे बेटे, मेरे प्रिय बेटे. अब यहाँ पर उसे जाकर बुलाता है परमेश्वर के जन. ഒരു വലിയ മാറ്റം തന്നിലുണ്ട്.
एक बड़ा बदलावट उसके नाम में देख पाते हैं। ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് തിമോത്തി. एक बुरे हालत में पैदा हुआ एक व्यक्ति है तिमोथियुस, എന്നാൽ കർത്താവിനെ അറിയുവാനുള്ള സാവകാശം തനിക്ക് കിട്ടി. मगर उसको सौभाग्य हुआ कि वो जीवित परमेश्वर के बारे में जान पाया പടിപടിയായുള്ള ഉയർച്ച തനിക്ക് ലഭിക്കുന്നുണ്ട്. और निरंतर वो आगे बढ़ता गया आत्मिक स्थिर में। പലയിടങ്ങളിലും സഭാ പരിപാലനത്തിനു വേണ്ടിയും പ്രവർത്തനത്തിനു വേണ്ടിയും താൻ അയക്കപ്പെടുന്നുണ്ട്. और कई कलीसियाओं को संभालने के लिए और उसका देखभाल करने के लिए तिमोथियुस को भेजा गया। എന്നാൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പൗലോസ് പറയുക, തിമോത്തിയോസെ നീ തിരിച്ചറിയണം, നീ ഇപ്പോൾ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ മകനായി മാറിയിരിക്കുന്നു. और परमेश्वर का जन है, तू इस बात को आखिर में तू पहचान लेना है कर पौलुस तिमोथी से कहता है। 90-ാം സങ്കീർത്തനത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നാം വായിക്കുന്നത് പോലെ ദൈവ പുരുഷനായ മോശ അതേ അർത്ഥത്തിൽ ഇവിടെ തിമോത്തിയോസിന് ഒരു വിശേഷണം കൊടുക്കുകയാണ്, നീ ഇപ്പോൾ ദൈവത്തിന്റെ വകയായി മാറിയിരിക്കുന്നു. साम्स 90 में है जो देख पाते हैं मूसा के संबंध में, उसी प्रकार यहाँ पर तिमोथियुस के बारे में पौलुस कहता है कि परमेश्वर के जन നിരന്തരമായുള്ള പരിവർത്തനത്തിലൂടെ, നിരന്തരമായുള്ള രൂപാന്തരത്തിലൂടെ, നിരന്തരമായുള്ള ഒരുക്കത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു പദവിയാണ് ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി ആ പദവിയിലെത്തുക എന്നുള്ളത്. निरंतर रूपांतरण या परिवर्तन के बाद में ही हम आत्मिक स्तर पर उस स्तर पर पहुंचते हैं जहां पर परमेश्वर में परमेश्वर का जन या परमेश्वर का पुत्र या पुत्री के लायक बन जाते हैं. ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും വെളിപ്പെടുത്തുന്ന മറ്റു പല മനുഷ്യരെയും കാണുവാൻ സാധിക്കും. परमेश्वर का जन जो है ये पुराने नियम में और नए नियम में कई लोगों को दिया गया है. 49-ാം സങ്കീർത്തനത്തിൽ മൃഗസമാനമായ സ്വഭാവമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. Psalm 49 में एक व्यक्ति था जिसका स्वभाव बिल्कुल पशु के समान था, അല്ലേ? മൃഗസമാനമായ സ്വഭാവമുള്ളവൻ, बिल्कुल पशु के समान स्वभाव वाला एक व्यक्ति के संबंध में Psalms 49 में कहा गया है. റോമാലേഖനം 7-ാം അധ്യായത്തിൽ അവിടെ നാം ജഡമനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. और रोमन्स 7 में हम उस 7 का 14 में शारीरिक मनुष्य के बारे में वहां हमने पढ़ सकते हैं रोमियो की पत्री 7वां अध्याय की 14 पदों में. और जब हम कोरिन्थियों की पत्री 7वां अध्याय की 14 में और 7वां अध्याय की 24 में जब आते हैं, 24ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ वहां अरिष्ट मनुष्य, अभागा मनुष्य के बारे में वहां देख सकते हैं. കണ്ടോ, വ്യത്യസ്തമായ മനുഷ്യരെ കുറിച്ച് ഇത് ഓരോന്നും പഠിക്കേണ്ടതാണ്. ഏകദേശം 6 കൂട്ടം മനുഷ്യരെ കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. लगभग 6 प्रकार के लोगों के संबंध में परमेश्वर का वचन हमें सिखाता है. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ ശേഷം മനുഷ്യർ എന്നൊരു കൂട്ടരെ കുറിച്ച് കാണുന്നുണ്ട്. 1 കൊരിന്തിयों 3 अध्याय में हम एक मनुष्य के बारे में देख पाते हैं. കൊലോസ്യ ലേഖനം 3:9 പഴയ മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. और कुलुस्सियों के अध्याय में, कुलुस्सियों के पत्री में हम पुराने मनुष्य के बारे में देख पाते हैं. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ വ്യർത്ഥ മനുഷ്യൻ, വെയിൻ, വ്യർത്ഥ മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. और याकूब के पत्री में हम നിഗമ്മേ मनुष्य के बारे में देख पाते हैं. ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളെ വേദപുസ്തകം വെളിപ്പെടുത്തുമ്പോൾ ഇവരിൽ ഒരാളായി മാറുവാനല്ല, ദൈവത്തിന്റെ മനുഷ്യനായി മാറുവാനാണ് നാം ദൈവവചനം കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും. ये विभिन्न प्रकार के मनुष्य के बारे में बता करके ये बताना चाहते हैं कि परमेश्वर आपको इन प्रकार के मनुष्य के समान नहीं बल्कि परमेश्वर के जन बनाना चाहते हैं. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. 49 വേഴ്സസ് 21 verses 21 वाइकुनु. अच्छे रीति में रहने के बावजूद भी अगर वो परमेश्वर की बातों को ना सुनते हुए चले जाते हैं, वो नाश की ओर जाने वाले पशु के समान है. അങ്ങനെ ഒരു വ്യക്തിയായി നാം മാറരുത്.
उस प्रकार के मनुष्य के समान आप न बने। ഇതെല്ലാം കേട്ടിട്ടും നാശത്തിനു വേണ്ടി നാം നിയോഗിക്കപ്പെടരുത്. ये सब सुनने के बाद में भी आप लोग नाशवान रास्ते में जानने वाले नहीं बने। ഇതെല്ലാം കേട്ടിട്ടും നിത്യ നരകത്തിനാരും യോഗ്യരാകരുത്. ये सब बातें सुन करके आप नित्य नरक में जानने वाले लोग न बने। കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന പഴയ മനുഷ്യൻ മാറി പുതിയ മനുഷ്യനാകണം. कुलुसियों के पत्री में देखते हैं कि पुराने मनुष्य को हटाकर नए मनुष्य में बन जाइए। കുളിച്ച് ഒരുങ്ങിയവനായി മാറണം. ना धोकर एक नया मनुष्य के समान बन ഒരുവൻ जाइए। ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. വചനത്തിന്റെ കേൾവിയിലൂടെ അവൻ പുതുതായി മാറണം. एक मनुष्य अगर मसीह में आ जाए तो नया सृष्टि बन जाता है। वचन को सुनने से हम नए बनने चाहिए। പ്രൈസ് ദി ലോർഡ്. നാം എന്തിനാ വചനം കേൾക്കുന്നത്? ദൈവത്തിന്റെ മനുഷ്യനാകുവാൻ. हम किस लिए वचन सुनते हैं? ताकि हम प्रभु के जन बन जाएं। 40 വർഷം മിസ്രൈമിലും 40 വർഷം മരുഭൂമിയിലും ആടുകളെ മേയിച്ചുകൊണ്ടും അതിനുശേഷം 40 വർഷം തന്റെ ജനത്തെ മേയിച്ചുകൊണ്ട് നടന്ന മോശയെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, അവൻ ദൈവപുരുഷൻ. इजरायली लोगों को 40 साल उसने मिस्र में चलाया और 40 साल रेगिस्तान में चलाया। उसको कहते हैं कि परमेश्वर की मनुष्य, परमेश्वर का मनुष्य है कर मूसा के संबंध में कहा गया है। ഈ 120 വർഷത്തെ തന്റെ ചരിത്രം എടുത്താൽ പടിപടിയായുള്ള മാറ്റം തന്നിൽ കാണാം. ये 120 साल की बारे में सीखा जाए तो हम देखेंगे कि निरंतर उसके जीवन में रूपांतरण होता गया। അതിന്റെ ഏറ്റവും ചുരുക്കമായ ഒറ്റ വാക്കിൽ പറയാം, ഓരോ ദിവസവും കേൾക്കുന്ന വചനം, ഓരോ ദിനത്തിലും നാം വായിക്കുന്ന വചനം നമ്മിൽ മാറ്റം വരുത്തി നമ്മെ ദൈവത്തിന്റെ മനുഷ്യരാക്കി മാറ്റണം. एक एक दिन हम वचन पढ़ते हैं तो हम में एक परिवर्तन लाते 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 हम परमेश्वर के लोग बन जाने चाहिए। മാറ്റം വരാത്ത കേൾവിയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ ചെവിക്ക് തകരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേൾവിക്ക് തകരാറുണ്ട്. अगर आप सुनने वाले वचन में परिवर्तन नहीं पाते हैं तो आपके कान में तकलीफ है या फिर सुनने वाले वचन में तकलीफ है, खराबी है। ഞാനൊരു വയനാട്ടുകാരനാണ്. मैं वयनाड का हूँ। ഞങ്ങളുടെ നാട്ടിലായി കഴിഞ്ഞ ഇടയ്ക്ക് വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്. और मेरे इलाके में ही लैंडस्लाइड सब आपने न्यूज में सुना होगा। 2500 ആൾക്കാരാണ് മണ്ണിനടിയിൽ പോയത്. लगभग 2500 लोग जो है मट्टी में दफनाए गए। ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 200 പേരോളം മരിച്ചിട്ടുള്ളൂ. गवर्नमेंट का फिगर देखा जाए तो 200 लोग ही मरे हैं। പത്രക്കാരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 500 ആയി. और रिपोर्टर्स इस प्रकार कहते हैं कि 500 लोग मर गए। ബാക്കി 2000-2500 പേര് എവിടെ പോയെന്ന് അറിയത്തില്ല. और 2000 लोग बाकी के कहाँ गए ये किसी को जानते नहीं। അത് പറയാൻ വേണ്ടിയല്ല ഞാനിപ്പോ വയനാട്ടുകാരനാണെന്ന് പറഞ്ഞത്. तो मैं ये बताने के लिए नहीं बताया कि मैं वयनाड का हूँ। വയനാട്ടിൽ ഒത്തിരി ആദിവാസികളുണ്ട്. वयनाड में कई आदिवासियां रहते हैं। ആദിവാസികളുടെ ഭാഷയിൽ ഇപ്പോൾ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്. आदिवासियों के भाषा में जो आजकल बाइबल भी निकल पड़ा है। ആദിവാസികളുടെ ഭാഷയിൽ പാട്ടുകളുണ്ട്. आदिवासियों के भाषा में गीतों को भी लिखा गया വളരെ है। മനോഹരമാണ് അത് കേൾക്കാനും. നമുക്ക് അവരുടെ കൂട്ടായ്മയിലൊന്നും പോയിരിക്കാനും അതില്ല. बहुत अच्छा गीतों को उन्होंने लिखा है उनके भाषाओं में। അപ്പോൾ അവിടുത്തെ ഒരു ആദിവാസിയിലെ ഒരു പ്രമുഖനോട് കർത്താവിനെ കുറിച്ച് ഒരാൾ സംസാരിക്കുക. एक आदिवासी के प्रमुख व्यक्ति से सुसमाचार कोई बांट रहा था। വളരെ സങ്കടത്തോടുകൂടി യേശുവിന്റെ ക്രൂശീകരണം ഒക്കെ വിശദീകരിച്ചു. बहुत दुख के साथ यीशु मसीह को सूली पे लटकाया उसके बारे में समझा रहे थे उसे। കുറേ നേരം കഴിഞ്ഞിട്ട് ഈ സുവിശേഷകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ യേശുവിനെ ക്രൂശിച്ചത്? और आखिर में उससे पूछा यीशु मसीह को सूली पर किसके लिए लटकाया गया? എന്നാലേ അവൻ ഒതുങ്ങൂ. तो वो कहता है कि अगर वैसा नहीं करता तो वो ठीक नहीं होता था, इसीलिए तो मार दिया उसे। പിടികിട്ടില്ലല്ലേ? എന്നാലേ അവൻ ഒതുങ്ങൂ. अगर उसे मारा नहीं होता तो वो ठीक नहीं होता था। ആ സുവിശേഷൻ ഒത്തിരി വിഷമം തോന്നി. वो सुसमाचार देने वाले को काफी दुख हुआ उसके मन में। ഇതേ വിഷമം തന്നെ ഒത്തിരി പാസ്റ്റേഴ്സിനും തോന്നാറുണ്ട്. और इसी प्रकार का दुख कई पासवानों के मन में भी होता है। 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം 25 വർഷമൊക്കെ പ്രസംഗിച്ചിട്ടും 5, 20, 25 साल प्रचार करने के बाद भी ഈ പറയപ്പെട്ട മനുഷ്യരിൽ നിന്നും ദൈവത്തിന്റെ മനുഷ്യനായി മാറാത്ത സഭ ഒരുപാടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ये साधारण सा मनुष्य वचन सुनने के बाद भी परमेश्वर के जन जब नहीं बनते हैं, इस प्रकार की दुख पास्टर के मन में होता है। വചനം കേൾക്കുന്നത് നാം ദൈവത്തിന്റെ മനുഷ്യരായി പരിണമിക്കേണ്ടതിനാണ്. वचन हम सुनते हैं ताकि हम प्रभु के जन बन जाएं। വീട്ടിലെ ഭാര്യ പറയണം ഇതൊരു ദൈവപുരുഷനാണ്. पत्नी पति के बारे में इस प्रकार कहना है कि ये परमेश्वर का जन है।
ഭർത്താവ് പറയണം ഇതൊരു ദൈവ പുരുഷയാണ്. और पत्नी के बारे में पति कहना चाहिए कि पत्नी जो है परमेश्वर के जन है. മക്കൾ മാതാപിതാക്കളെ കുറിച്ച് പറയണം എന്റെ കുടുംബം എന്ന് പറയുന്ന എന്റെ അപ്പനും അമ്മയും ദൈവത്തെ ഭയപ്പെടുന്ന ദൈവഭക്തരാണ്, ദൈവ ഭയത്തിൽ മുന്നേറുന്നവരാണ്. और बच्चे माता पिता के संबंध में कहने चाहिए ये परमेश्वर के भक्त लोग हैं, परमेश्वर डरवैये हैं, ये परमेश्वर के जन हैं. മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്ക് പറയുവാൻ കഴിയണം ഇവൻ ദൈവ പൈതലാണ്, ഇവൾ ദൈവ പൈതലാണ്. और माता पिता संतानों के संबंध में कहने चाहिए कि ये परमेश्वर का संतान है, ये परमेश्वर के जन हैं. ആ രൂപാന്തരത്തിന് വേണ്ടിയാ നമ്മൾ വചനം കേൾക്കുന്നത്. उस प्रकार के परिवर्तन के लिए ही हम वचन को सुनते हैं. സങ്കീർത്തനം വായിച്ചിട്ട് സമയം അങ്ങ് നീക്കാനും ഒരു വാക്യം വായിച്ചിട്ട് 1 മണി വരെ എത്തിക്കാനും അല്ല ഈ പ്രസംഗങ്ങൾ ഒന്നും നടത്തുന്നത്. പകരം നാം ദൈവ പുരുഷരായി മാറേണ്ടതിനു വേണ്ടിയാണ്. भजन संगीता को पढ़कर एक वचन पढ़कर कैसे भी 12:30 या 1 बजाने के लिए नहीं होता है, ताकि आप लोगों को साधारण व्यक्ति से जो है परमेश्वर के संतान या परमेश्वर के जन बनाने के लिए है. മൂന്നാമത്തേത്, तीसरी बात, എന്തിനാണ് വചനം കേൾക്കുന്നത്? हम किस लिए वचन को सुनते हैं? നാം എന്തായോ അത് അറിയിക്കാൻ വേണ്ടിയാ. हम क्या बन पाए हैं वो जानकारी देने के लिए है. ടു മേക്ക് നോൺ. जानकारी प्रदान करने के लिए. നാം എന്തറിഞ്ഞോ, हम जो जाने हैं, നാം എന്തായി തീർന്നോ, हम जो बने हैं, അത് നാം അറിയിക്കണം. वो दूसरों को बताने हैं. നാം അത് അവരിലേക്ക് എത്തിക്കണം. हम दूसरों तक को पहुंचाने वाले बन जाने चाहिए. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മിൽ പകർന്നിരിക്കുന്നത് തന്നെ ഈ മഹത്തായ കാര്യത്തിന്റെ സാക്ഷാത്കാരത്തിനാണ്. पवित्र आत्मा हमारे अंदर उंडेली गई है ताकि वो सुसमाचार के बातों को दूसरों को हम सुना सके. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1:8 നമുക്ക് പരിചയമുള്ളതാ. प्रेरितों का काम पहला अध्याय उसका 8वां वचन में ये हम सब जानते हैं. എന്നാൽ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ അന്യഭാഷ പറയുമെന്നല്ല അവിടെ. और अब सामर्थ को पाकर अन्य भाषा बोलेंगे ऐसा नहीं लिखा है. ഒരു പാട്ട് പാടിയിട്ട് ഏറ്റവും അവസാനം സ്പീഡാക്കി നിങ്ങൾ നല്ല 90 മൈലിൽ പോകുമെന്നല്ല. और एक गीत गाने के आखिरी भाग में आप 90 km/h स्पीड में जाएंगे ऐसा नहीं लिखा है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയിൽ എല്ലായിടവും എന്റെ സാക്ഷികളാകും. आप प्रभु की आत्मा पाकर सामर्थ को पाएंगे और ताकि आप यरूशलेम में, जुडिया में और समरिया में सभी जगह दुनिया के अंत के छोर तक आप सुसमाचार फैलाने वाले बन जाएंगे. മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവർ പുറപ്പെട്ടു. और मरकुस के 16 अध्याय में देखते हैं और फिर वो निकल पड़े. നമുക്ക് മുൻപേ പുറപ്പെട്ട അനേകരുടെ കാൽപാദമുണ്ട്. അവിടെ നിന്ന് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. हमसे आगे बहुत लोग निकले हुए हैं, उनके पैरों के चिन्ह के ऊपर चलते हुए हमें आगे बढ़ना है. കർത്താവിനെ അറിയിക്കുവാൻ, दूसरों परमेश्वर के बारे में दूसरों को समझाने के लिए, നാം അറിഞ്ഞ ക്രിസ്തുവിനെ അറിയിക്കുവാൻ, जो मसीह को हमने ग्रहण किया जाना है, നാം അറിഞ്ഞ സത്യം അറിയിക്കുവാൻ, जो सच्चाई को हमने ग्रहण किया उस सच्चाई को बताने നാം के लिए, അറിഞ്ഞ പ്രത്യാശയെ പകരുവാൻ, हमने जाना हुआ उस आशा को दूसरों के साथ बांटने के लिए. നമ്മുടെ ഓരോ കേൾവിയിലും ഓരോ വായനയിലും ഓരോ ധ്യാനത്തിലും യേശുവിനെ ഉയർത്തുവാനുള്ള ഒരു ആത്മദാഹം നമ്മുടെ അകത്തുണ്ടാകണം. हर एक बार वचन पढ़ने में, मनन करने में, सुनने में हम परमेश्वर की महिमा करने वाले, स्तुति करने वाले बन जाने चाहिए. ഞാൻ ഈ പ്രഭാതത്തിലെ ധ്യാനത്തിൽ നിന്ന് വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു. आज के प्रचार से मैं समाप्त करना चाहता हूँ. ദൈവത്തെ അറിയണം, परमेश्वर को जानना है. ദൈവത്തെ അനുഭവിച്ച് നാം ദൈവ മക്കളായി ദൈവ പുരുഷന്മാരായി മാറണം. परमेश्वर को अनुभव कर कर परमेश्वर के संतान या परमेश्वर के जन बनने चाहिए. ദൈവത്തെ അറിയിക്കുന്നവരാകണം. और परमेश्वर के बारे में दूसरों को बताने वाले बन ഈ जाने चाहिए. പ്രവൃത്തി നിരന്തരമായി തുടർമാനമായി നടന്നുകൊണ്ടേയിരിക്കണം. और ये बातें निरंतर आपके जीवन में होते रहना ഇനിയും चाहिए. നമുക്ക് ദൈവത്തെ അറിയാം. और आगे भी हमें परमेश्वर को നാം जानना है. കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്, परमेश्वर को हमने जाना है പക്ഷെ ഇനിയും നമുക്കറിയാം. और आगे भी जानना है. നമുക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. हमें काफी बदलावट हुई है. എന്നാൽ ഏറ്റവും അധികമായ മാറ്റം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നാം എത്തണം. അതാണ് നാം വചന കേൾവിയിലൂടെ ആഗ്രഹിക്കുന്നത്. परमेश्वर हमें देखना चाहता है, उस प्रकार का परिवर्तन को अपने में देखने के लिए आगे बढ़ते रहिए. ആത്മാവിന്റെ നിയന്ത്രണം ഇവിടെയല്ല, ഇവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് നമ്മുടെ കൂടെ വേണ്ടത് സാക്ഷികളാകുവാൻ. आत्मा का नियंत्रण हम कलीसिया के अंदर नहीं चाहिए. जब हम बाहर जाएंगे, आत्मा का नियंत्रण दूसरों को सुसमाचार देने के लिए होना चाहिए. നസ്രായനായ യേശുവിനെ കുറിച്ച്
हम सूली पे चढ़ा हुआ परमेश्वर यीशु मसीह के संबंध में, നമുക്ക് വേണ്ടി രക്തം ചിന്തി യേശുവിനെ കുറിച്ച്, हमारे लहू बहाया इस यीशु मसीह के बारे में, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ കുറിച്ച്, हमारे लिए गाड़ा गया और तीसरे दिन जी उठा इस यीशु मसीह के संबंध में, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വെളിപ്പെടുന്ന യേശുവിനെ കുറിച്ച്, और जो इंतजार से बाट जोते हैं उनके लिए प्रकट होने वाले यीशु मसीह के, അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷയെ കുറിച്ച്, അനുസരിക്കുന്നവർക്കുള്ള വിടുതലിനെ കുറിച്ച്, और जो उसके पालन नहीं करते हैं उसके दंड के बारे में, और जो उसे स्वीकारे हैं उसका उद्धार के बारे में, ഇതിനാണ് നാം ഇറങ്ങിത്തിരിക്കേണ്ടത്. और इसी के लिए हमें बाहर निकलना है. പ്രൈസ് ദി ലോർഡ്. സ്കൂളിൽ അത് തുടങ്ങണം, स्कूल में हमको दूसरों को बताना है, കോളേജിൽ അത് തുടരണം, और कॉलेज में भी ये कंटिन्यू रखना है, ജോലി സ്ഥലത്ത് അത് നിർത്താതെ മുന്നേറണം. और नौकरियों के स्थान पे भी इसे रोकना नहीं है. വേദപുസ്തക വായനയും പഠനവും ധ്യാനവും എന്നുവരെയുണ്ടോ അതുവരെയും ഈ അനുഭവങ്ങൾക്കൊന്നും മാറ്റം വരരുത്. जब तक आप वचन को पढ़ते हैं, सुनते हैं, मनन करते हैं, तब ये बातों को भी कभी बंद नहीं करना, आगे बढ़ाते रहना है. കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, प्रभु के वेदी पे आए हुए प्रभु के जनों, ഇന്നലേക്കാൾ ഇന്ന് നമുക്ക് കർത്താവിനെ കുറിച്ച് അറിയുവാൻ കഴിയുന്നുണ്ടോ? कल से ज्यादा आज प्रभु को हम करीब से जानते हैं क्या? ഹന്നയ്ക്ക് വിടുതൽ കൊടുത്ത ദൈവത്തെ കുറിച്ചല്ല, ഹന്നയുടെ വാട്ടം മാറ്റിയ ദൈവത്തെ കുറിച്ച് തിരിച്ചറിയുവാൻ, हन्ना को दिया हुआ छुटकारे के बारे में नहीं, बल्कि हन्ना के चेहरे से दुख को हटाया उस परमेश्वर को जानना जरूरी है. അവളുടെ വ്യസനത്തെ മാറ്റി അവളുടെ മുഖത്തിന് ശോഭ നൽകിയ ദൈവത്തെ കുറിച്ച് അറിയുവാൻ, उसके हृदय की पीड़ाओं को दूर कर कर उसके चेहरे से दुख को मिटाने वाला उस परमेश्वर को जानिए. ഉപദ്രവിയായിരുന്ന ഒരുവൻ ഉപദ്രവം സഹിക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പൗലോസ് എന്ന മനുഷ്യനെ പോലെ വ്യത്യാസമുള്ളവരായി, വ്യത്യാസം ഭവിക്കുന്നവരായി, ഓരോ ദിനത്തിലും മാറ്റമുള്ളവരായി തീരുവാൻ, दूसरों को सताने वाले सौल से एक पौलुस जो दूसरों के प्रति अपने ऊपर घाव लेने वाला व्यक्ति बन जाए, उस प्रकार का रूपांतर हम में हो जाए. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ശൗലിൽ നിന്നും പൗലോസിലേക്കുള്ള ഒരു മാറ്റം പോലെ, सौल से एक पौलुस में जो परिवर्तन हुआ उस प्रकार का एक परिवर्तन, പഴയ നിയമത്തിലെ യാക്കോബിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള ഒരു പരിവർത്തനം പോലെ, याकूब जो इजराइल में परिवर्तित हुआ उस प्रकार का परिवर्तन आप में आ जाए. इसके लिए വചന കേൾവിയിലൂടെ ആ പരിവർത്തനം നമുക്ക് വന്ന് वचन के सुनने से उस प्रकार का परिवर्तन हमारे जीवन में आ जाए, കർത്താവിനെ ഉയർത്തുന്നവരായി നമുക്ക് മാറാം. परमेश्वर को ऊंचा उठाने वाले बन जाए. കർത്താവിന്റെ വരവ് സമീപമായിരിക്കുകയാൽ परमेश्वर का आगमन निकट है. ഒരു വ്യക്തി പോലും നമ്മുടെ അരികിൽ വന്നവർ യേശുവിനെ കുറിച്ച് കേൾക്കാതെ പോകരുത് എന്ന് വരണം. एक भी व्यक्ति जो हमारे करीब आए जो यीशु मसीह का बिना जानकारी के नहीं जाना चाहिए. നാം വരുന്നത്, പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത് അനേകർക്ക് അനുഗ്രഹമാകുന്നത് ഈ തലത്തിലാണ്. हम जो आते हैं, एक साथ संगति करते हैं, गाना गाते हैं, प्रार्थना करते हैं, वचन को मनन करते हैं, प्रभुओं से भाग लेते हैं, ये सब उसी के लिए है. നമുക്കതിനു വേണ്ടി നമ്മെ സമർപ്പിക്കാം. हम अपने आप को उसके लिए समर्पित करते हैं. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. परमेश्वर उसके लिए हमें संभाले. പ്രൈസ് ദി ലോർഡ്. ആകെ